കഴിഞ്ഞ ആഴ്ച വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ റിലീസായ ഒരു മലയാള സിനിമയാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും. കുടുംബസ്ത്രീയാണേ. ധ്യാൻ ശ്രീനിവാസനാണ് ഈ സിനിമയുടെ നായകൻ എന്ന തരത്തിലാണ് ഇതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഇവർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ധ്യാൻ്റെ സിനിമ ഇറങ്ങിയല്ലോ എന്ന് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ഇറങ്ങിയ ദിവസം കാണാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ഇറങ്ങിയതാണ് സിനിമ. ഞാൻ തിങ്കളാഴ്ചയാണ് കണ്ടത്. മഹേഷ് പി ശ്രീനിവാസനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നിർമ്മാതാവ് ബെന്നി പീറ്റേഴ്സ്. ഞാൻ സാധാരണ നിർമ്മാതാക്കളുടെ പേരൊന്നും പറയാത്തതാണ്, പക്ഷേ ഇതിൽ പുള്ളിയുടെ പേര് പറഞ്ഞത്. ഈ സിനിമയിലെ നായകൻ അദ്ദേഹമാണ്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു മെയിൻ സെൻട്രൽ ക്യാരക്ടർ പുള്ളിയാണ്. അന്ന രാജൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ ഈ ബെന്നി പീറ്റേഴ്സോ മഹേഷ് പി ശ്രീനിവാസൻ ഏതോ ഒരാൾക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകൾ, മണിയമ്പിള്ള രാജു, സലീം കുമാർ, ഗിന്നസ് പക്രു, ജാഫർ ഇടുക്കി, വരുന്ന ഓരോ സീനിലും നമുക്കറിയാവുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറെങ്കിലും ഉണ്ടായിരിക്കും. 2.5 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. അപ്പോൾ ഇത് സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പറയത്തില്ല ബി ഗ്രേഡ് സിനിമകളെന്നൊക്കെ പറയത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് 18+ സിനിമകളല്ല. അതല്ലാതെ ഈ ക്വാളിറ്റി കൊണ്ട് ബി ഗ്രേഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇത് ബി ഗ്രേഡ് സിനിമയല്ല ശരിക്കും. അത് ഈ സിനിമയ്ക്കുള്ളൊരു പോസിറ്റീവാണ്. ഇത് ബി ഗ്രേഡ് സീരിയലാണ്. അതായത് ഏഷ്യാനെറ്റിലും മറ്റു പല ചാനലുകളിലും വരുന്ന സീരിയലുകൾക്ക് ഇതിലും നിലവാരമുണ്ട്. ടെക്നിക്കലി ആയാലും ശരി, കഥാപരമായാലും ശരി, അഭിനയം കൊണ്ടായാലും ശരി, ഇതിലും ക്വാളിറ്റി ഉണ്ട്. ബെന്നി പീറ്റേഴ്സ് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞത്, അദ്ദേഹം ഈ സിനിമയിൽ നായകനായതുകൊണ്ട് മാത്രമല്ല, നല്ല ഒന്നാം തരം കൂതറ പെർഫോമൻസ്. പുള്ളിക്ക് ഏറ്റവും കൂറ അഭിനയത്തിനുള്ള അവാർഡ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സഹിക്കാൻ പറ്റത്തില്ല. റിവ്യൂ ചെയ്യണോണ്ട് മാത്രമാണ് ഈ സിനിമ ഇരുന്ന് കണ്ടത്. ഒരു തരത്തിലും ഞാൻ പറഞ്ഞില്ലേ, ബി ഗ്രേഡ് സീരിയൽ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സീരിയൽ, തനി കൂതറ. അതായത് ഒരുമാതിരി തൊലിഞ്ഞ കൺസെപ്റ്റും. ഞാൻ പറഞ്ഞില്ല 18+ എന്നൊക്കെ പറയില്ലേ, വേണമെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം. ധ്യാൻ ശ്രീനിവാസൻ ഭയങ്കര ന്യായം പറച്ചിലാണല്ലോ, പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് മറ്റൊന്നും നോക്കത്തില്ലെന്നൊക്കെ. കുറച്ചൊരു മര്യാദ കാണുന്ന പ്രേക്ഷകരോടുണ്ടെങ്കിൽ ഇമാതിരി പടം, ബാക്കി പുള്ളിയുടെ പൊട്ടിയ പടങ്ങളൊക്കെ മാറ്റിയാലും അതിൻ്റെ ഒരു 10 ഇരട്ടി ഊളപ്പടമാണ് ഇത്. കുടുംബസ്ത്രീയും കുഞ്ഞാടും തനി കൂതറപ്പടം. സലീം കുമാറിനെ പോലത്തെ ലെജൻഡ് ആക്ടറൊക്കെ വന്നിട്ട് പൊട്ടം കളിക്കുന്നത് കാണുമ്പോൾ വിഷമം വന്നു. ഒരു തരത്തിലും കണ്ടിരിക്കാൻ പറ്റാത്ത ദുരന്തേശ് സിനിമ. ഇതൊക്കെ OTT ജന്മത്ത് വരത്തില്ല. വന്നു കഴിഞ്ഞൊന്ന് കണ്ട് തീർക്കുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാണ്. അത്രയ്ക്കും അതപ്പതിച്ച കച്ചറ കൂതറ തട്ടിക്കൂട്ട് ലോക്കൽ സിനിമയാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും. പൂജ്യമല്ല. ഈ സിനിമയ്ക്കൊന്നും റേറ്റിംഗ് ഇല്ല. ഇതൊരു സിനിമയല്ല, ഒരു സീരിയലല്ല, ഒരു ആർട്ട് ഫോമായിട്ട് അംഗീകരിക്കാൻ പോലും കൊള്ളാത്ത കച്ചറ സാധനം.